ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകം മുഴുവൻ ഒരു പ്രാവശ്യം കൂടി യേശു കർത്താവിൻ്റെ ഉയർപ്പ് ആഘോഷിച്ചിരിക്കുന്നു. എന്നാൽ ദൈവമക്കളാകുന്ന നമുക്ക് എല്ലാ ദിവസവും ആ ഉയർപ്പിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ കഴിയുന്ന ആ വലിയ ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു, എൻ്റെ ദൈവത്തോട് തന്നെ നിലവിളിച്ചു. അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവൻ്റെ ചെവിയിൽ എത്തി. എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചു. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് വിളിക്കാൻ കൊള്ളാവുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. തന്നെയുമല്ല, വചനം പറയുന്നത് അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവൻ്റെ ചെവികളിൽ എത്തി. ഈ ലോകത്തിൽ നമ്മളെ കാണുന്നവർ അനേകരുണ്ടെങ്കിലും നമ്മുടെ നിലവിളി കേൾക്കാൻ ആരും താല്പര്യപ്പെടുകയില്ല. ദൈവം നമ്മുടെ നിലവിളി കേൾക്കുകയും നമുക്ക് മറുപടി നൽകുകയും ചെയ്യുന്ന കർത്താവാണ് എന്ന് തൻ്റെ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. 34-ാം സങ്കീർത്തനം അതിൻ്റെ 15, 16, 17 വാക്യങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കും. അപ്പോൾ നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കേൾക്കുന്ന ദൈവമുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ പലതും കാണാനും കേൾക്കാനും ആളില്ലാത്ത അവസ്ഥയിൽ ജനം നെട്ടോട്ടമോടുമ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. അതിനുശേഷം പറയുന്നത്, ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. ആയതിനാൽ നാം ഒരു ദുഷ്പ്രവർത്തിക്കാരൻ്റെ ലിസ്റ്റിൽപ്പെടാതെ നീതിമാന്മാരുടെ ലിസ്റ്റിൽ പെടണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. 17-ാം വാക്യം പറയുന്നു, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും വിടുവിക്കത്തക്ക നിലയിൽ ദൈവത്തോട് ചേർന്നിരിക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ നിലവിളിയെ കേട്ട് ദൈവം നമുക്ക് മറുപടി നൽകുവാനിടയായിത്തീരും. കഷ്ടതയുടെ മധ്യത്തിൽ ദൈവത്തോട് നിലവിളിച്ച് നമ്മുടെ കഷ്ടതകളെ ദൈവത്തോട് അറിയിച്ച് അതിനൊരു മറുപടി ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നെങ്കിൽ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്. നിനക്ക് പ്രതികരിക്കാൻ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ആ പ്രതികരണങ്ങളെയെല്ലാം മാറ്റിവെച്ച് ദൈവപ്രവർത്തിക്ക് വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അത് ജീവിതത്തിൽ വലിയൊരു വിടുതലാകും എന്നതിന് യാതൊരു സംശയവുമില്ല. സാമ്പത്തിക മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, കഴിവ് കൊണ്ടാകട്ടെ, കുടുംബമഹിമ കൊണ്ടാകട്ടെ, കുലമഹിമ കൊണ്ടാകട്ടെ, ഇതേതുകൊണ്ട് നീ അതിനെ ജയിക്കാൻ ശ്രമിച്ചാലും പരാജയം നിന്നെ തേടി വരും എന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ല. വാത്സല്യ ദൈവകുഞ്ഞേ, നിന്റെ കഷ്ടതയുടെ മധ്യത്തിലും നിനക്കുള്ളവരിൽ നീ ആശ്രയിക്കാതെ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നിന്റെ മുഖം ലജ്ജിക്കാൻ തമ്പുരാൻ സമ്മതിക്കത്തില്ല. ആയതിനാൽ ഈ കർത്താവിൽ ആശ്രയിച്ച് നമ്മുടെ പ്രതികൂലങ്ങളെ തരണം ചെയ്യുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകൾ ആത്മാവിലും ശരീരത്തിലും അനുഭവിക്കുവാൻ ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാരണം
ദൈവവചനത്തിനു മാത്രമേ നമ്മിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിനു മാത്രമേ നമ്മെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ തിരിച്ചറിവ് നമ്മുടെ ആത്മാവിൽ നങ്കൂരമിട്ടാൽ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന പൈശാചിക തന്ത്രങ്ങളെ ആത്മീക ശക്തിയോടെ എതിർത്ത് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിയും എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ വളരെ ശക്തിയോടെ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. ആയതിനാൽ ഈ പ്രഭാതത്തിൽ കഷ്ടതയുടെ മധ്യത്തിലും ദൈവത്തോട് നിലവിളിച്ച് അവൻ്റെ പക്കൽ നിന്നുള്ള മറുപടി പ്രാപിച്ച് ജയോത്സവം കൊണ്ടാടുവാൻ സർവശക്തനായ ദൈവം ദൈവജന ശ്രോതാക്കളായ നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. സർവശക്തനായ ദൈവം സ്വർഗീയമായ നന്മകളെ കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായും സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ.